ഞാനൊരു സംഭവം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുക. അതായത് ഇരുണ്ട ഭൂഖണ്ഡങ്ങളിലെ ഒരു ചെറിയ രാജ്യമാണ് ടാൻസാനിയ. നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം 2018 ഇവിടെ വലിയൊരു ജലപ്രളയമായിരുന്നെങ്കിൽ 2019 കോവിഡ് കാലഘട്ടമാണ്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളൊരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞ പിറ്റേ വ്യാഴാഴ്ച നമുക്ക് ആർക്കും കടന്നു വരാനായിട്ട് കഴിഞ്ഞില്ല. ഞങ്ങൾ പിന്നെ വാട്സപ്പിലൂടെ ഈ സന്ദേശം കൊടുത്തുകൊണ്ടിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും ഉണ്ടായിരുന്നു, ഇവിടെ യോഗം ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഓർക്കണം, മാർച്ച് 19 ആദ്യ കോവിഡ് റിപ്പോർട്ട് ലോകത്തില് റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ആദ്യ കോവിഡ് റിപ്പോർട്ട്, പ്രിയപ്പെട്ടവരെ, അത് മറ്റെങ്ങുമായിരുന്നില്ല, അത് ടാൻസാനിയയിലായിരുന്നു. അതേ ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ജോൺ പോംബി മാക്ഫിൽ എന്ന് പറയുന്ന മനുഷ്യൻ രാജ്യത്തോടായി ഇങ്ങനെ പറഞ്ഞു: നമുക്ക് ദേവാലയങ്ങളുണ്ട്, ഇഷ്ടം പോലെ ദേവാലയങ്ങളുണ്ട്. 150 വർഷത്തെ പാരമ്പര്യമുള്ള, ക്രിസ്തീയ പാരമ്പര്യമുള്ള ഒരു രാജ്യമായിരുന്നു ടാൻസാനിയ എന്ന് പറയുന്ന ആ കൊച്ചു രാജ്യം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ലോകത്തെല്ലായിടത്തേക്ക് ഈ കോവിഡ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരുടെ രാജ്യത്താണ് മാർച്ച് 19 ആദ്യ കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, രാജ്യത്ത് മുഴുവൻ കോവിഡ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദേശങ്ങളെല്ലാം എന്ത് ചെയ്യേണ്ടതെന്നറിയാതെ നിസ്സഹാവസ്ഥയിലായിരിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ ജനം ഈ രോഗികളായി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ പാർപ്പിക്കുവാൻ ആശുപത്രികളില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദേവാലയങ്ങളെല്ലാം തുറന്നിടുക. ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന നിങ്ങളെ മുടക്കുവാൻ പാടില്ല എന്ന് പറയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് മുൻപോട്ട് പോകണം. ഇവരെ ഈ രാജ്യത്ത് ചിലർക്കൊക്കെ കോവിഡ് പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, കോവിഡിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? മാർച്ച് 22, 23, 24 ദിവസങ്ങളില് നമ്മളൊരു പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, ആമേൻ, നമ്മളെല്ലാവരും വീടുകളിലും, ആമേൻ, നിങ്ങൾ കുറച്ചാളുകൾ ചേർന്നുകൊണ്ട്, ആമേൻ, കോവിഡില്ലാത്തവർ ചേർന്നുകൊണ്ട് ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഒരു ഉപവാസ പ്രാർത്ഥന നടത്തണമെന്ന്, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ദൈവം പ്രഖ്യാപിക്കുവാനായിട്ട് ഇടയായിച്ചു. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചെന്നറിയാമോ? ലോകം മുഴുവൻ ജനങ്ങൾ കോവിഡ് കൊണ്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ദേവാലയം ആരാധനയ്ക്കായി തുറന്നിട്ടപ്പോൾ അവരുടെ ദേശത്ത് പിന്നീട് ആദ്യം വന്നവർക്കല്ലാതെ ആർക്കും കോവിഡ് വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു കാര്യം അറിയണമോ? ജൂൺ 8 ടാൻസാനിയയിലെ പ്രസിഡന്റ് ടെലിവിഷനിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു: ഇനിയും ഈ നമ്മുടെ രാജ്യം കോവിഡ് വിരുദ്ധ രാജ്യമായി ഇതാ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ജനമെല്ലാം കൂട്ടമായി ദേവാലയങ്ങളിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്താ കാര്യമെന്നറിയാമോ? നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ കണ്ടതുപോലെ അവരുടെ ആരാധനാലയങ്ങള് വിശുദ്ധ കുർബാനയ്ക്കായി തുറന്നിടുകയും അവര് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ ഇങ്ങനെയാ പറഞ്ഞത്: തങ്ങളുടെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ മുഖാരം അന്വേഷിച്ചു, തങ്ങളുടെ ദുർമാർഗങ്ങളെ അവർ വിട്ടുതിരിഞ്ഞു. അവൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് ദൈവം സൗഖ്യം വരുത്തി കൊടുത്തു. എന്തഭിമാനത്തോടെ ടാൻസാനിയക്കാർക്ക് പറയാൻ കഴിയും: ഞങ്ങളുടെ ദേശത്ത് നിന്ന് കോവിഡിനെ ഉന്മൂലനമാക്കിയ ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ വ്യാധികളൊക്കെ ഉണ്ടാകും, അവിടെ രോഗങ്ങളൊക്കെ ഉണ്ടാകും, ക്ഷാമങ്ങൾ ഉണ്ടാകും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും. എന്നാൽ ദൈവജനങ്ങൾ എന്ത് ചെയ്യണം? തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, അവന്റെ മുഖമൊന്ന് അന്വേഷിക്കണം. എന്നിട്ട് ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമ്പോൾ
നമ്മുടെ രോഗത്തിനും സൗഖ്യം തരും. ആമേൻ. ഈ കോവിഡിനെ കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ കോവിഡിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ആമേൻ വേദവിപരീതികളായിട്ടുള്ള ആളുകൾ ആമേൻ യേശുക്രിസ്തുവിനെയും വേദപുസ്തകത്തെയും കുറിച്ച് തെറ്റായ ധാരണകൾ പുലർത്തുമ്പോൾ ഇങ്ങനെ ലോകത്തില് ഒരു രോഗമുണ്ടാകുമെന്നും അതിന്റെ തെളിവ് സഹിതം പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. യിരെമ്യാവിന്റെ പുസ്തകം 16-ാം അധ്യായം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾ കൊടിയ വ്യാധികളാൽ മരിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഓരോ രാജ്യങ്ങളിലും ഇംഗ്ലണ്ട്, യൂറോപ്പ്, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളില് ഈ കോവിഡ് വന്നിട്ട് കൊടിയ വ്യാധികളാൽ അനേകർ മരിച്ചു വീണു. അവൻ മോർച്ചറി തികയത്തില്ലായിരുന്നു, ശവമടക്കുവാൻ അവൻ നിവർത്തിയില്ലായിരുന്നു, കത്തിച്ചു കളയുകയായിരുന്നു. പക്ഷെ അതുകൊണ്ടായിപ്പം കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ UK ഒക്കെ പോയത്. ഇവിടെ ധാരാളം ആളുകള് മരണപ്പെട്ടു. പക്ഷേ ആ കുഞ്ഞുങ്ങളോട് പറയണം, അമേൻ നമ്മളെ അവിടെ കൊണ്ടാക്കിയത് ഈ ദൈവത്തെ അറിയാനാണ് നമ്മൾ പറയണം. നിങ്ങൾ എടുത്തെങ്കിലും യിരെമ്യാ 16:4 മതി. നമുക്ക് കൂടുതൽ വിസ്തരിക്കാൻ സമയമില്ല. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുക കൊടിയ വ്യാധികളാൽ മരിക്കും. അപ്പൊ ഈ വിശ്വാസികളല്ലാത്ത ആളുകൾ പറയും, പണ്ട് കോവിഡിന് മുമ്പ് വേറെ എന്തെല്ലാം അസുഖങ്ങൾ വന്നിട്ടുണ്ട്, പനി വന്നിട്ടുണ്ട്, ഡെങ്കിപ്പനി വന്നിട്ടുണ്ട്, അപ്പൊ ഇങ്ങനെ മരിച്ചിട്ടുണ്ട്, ഒരിക്കലും മരിച്ചിട്ടില്ല. എന്നാൽ താഴോട്ട് നമ്മൾ വരുമ്പോൾ ആമോസ് 8:13 പറയുന്നുണ്ട്, യുവാക്കൾ ബോധം കെട്ട് വീഴും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അന്ന് കണ്ടില്ലേ കോവിഡിന്റെ ആഫ്റ്റർ എഫക്റ്റും ആ കാലങ്ങളിലുമൊക്കെ ബോധം കെട്ട് വീണ ആളുകൾ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. കോവിഡ് കാലത്ത് ആമേൻ. നോക്കിക്കോ, ആമോസ് 8:13 അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, യുവാക്കൾ ബോധം കെട്ട് വീഴും. എടുത്തില്ലേ? ദൈവത്തിന്റെ സ്തോത്രം. 8:13 സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടു കിട്ടുകയില്ലതാനും. അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. ആ നാളുകളിൽ യുവാക്കൾ ബോധം കെട്ട് വീഴും. നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇത്തരം വാർത്തകൾ കേൾക്കാതില്ലേ പ്രിയപ്പെട്ടവരെ? എന്താ കാര്യം അറിയാമോ? ആമേൻ. ഈ കാലങ്ങൾ കർത്താവിന്റെ വരവിന്റെ ഈറ്റുനോവ. ഒരു സ്വത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. അവിടെ പറയുന്നു യുവാക്കൾ ബോധം കെട്ട് വീഴും. യെശയ്യാവ് 26:20 പറയുന്നു, മുറിക്കുള്ളിൽ വാതിലടച്ചിരിക്കും. ഇത് കോവിഡ് കാലത്ത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അല്ലേ? മുറിക്കുള്ളിൽ വാതിലടച്ചിരിക്കുക. യോഗത്തിന് പോകത്തില്ല, പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല, പോകാൻ പറ്റത്തില്ല, ഗവൺമെന്റ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വീടുകളിൽ അടച്ചിരുന്നോണമെന്ന്. ഇത് കോവിഡ് കാലത്തല്ലാതെ വേറെ ഏത് കാലത്താണ് സംഭവിച്ചിട്ടുള്ളത്? യെശയ്യാവ് 26:20 പറയുക, മുറിക്കുള്ളിൽ വാതിൽ അടച്ചിരിക്കുക. കണ്ടോ? എന്റെ ജനമേ, നിങ്ങൾ വന്ന് എന്റെ വാതിലുകളിൽ കടന്ന് അറകളെ അടയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. അവരുടെ മേൽ കോപം വരാതിരിക്കാൻ തക്കവണ്ണം, നിങ്ങള് രോഗം പടരാതിരിക്കാൻ തക്കവണ്ണം നിങ്ങള് അടയ്ക്കാതെ പറയുകയാണ്, മുറിക്കുള്ളിൽ വാതിൽ അടച്ചിരിക്കുക. നമ്മൾ കരുതുന്നവരല്ലേ? നിങ്ങളുടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളാരും റോഡിൽ കൂടെ നടക്കുക തോന്നുന്നു. മുറിക്കുള്ളിൽ ആരെങ്കിലും വന്നാൽ തന്നെ ജനല് തുറക്കാതെ സംസാരിക്കാറുണ്ട് അല്ലേ? അന്ന് പിന്നെ യാചകരൊക്കെ വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം റെസ്ട്രിക്റ്റ് ആണ്, പോലീസുകാര് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ അതിനുശേഷം യിരെമ്യാവ് 16:4 പറയുകയാണ്, മരിച്ചവരെ കുറിച്ച് വിലാപം ഉണ്ടാകുകയില്ല, ശവസംസ്കാരം ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ എന്താണെന്നറിയാമോ ഇത് പറയുന്നത്? ഇന്നലെ രാത്രിയില് ദൈവസന്നിധിയില് ഞാൻ വിചാരിച്ചു, ആമേൻ, കോവിഡ് കഴിഞ്ഞങ്ങ് മനുഷ്യൻ കോവിഡിന്റെ ആ പ്രയാസങ്ങളൊക്കെ മറന്നു. വീണ്ടും മനുഷ്യന് ആർത്തട്ടഹസിച്ചുകൊണ്ട് ആമേൻ അവരുടേതായ ജീവിതചര്യയിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം മീഡിയയില് ഒരു വാർത്ത, ഒരു മീഡിയയില് ഒരു പടം കാണുവാനായിട്ട് ഇടയായി തീർന്നു.
ലോസ് ഏഞ്ചൽസില് ആമേൻ ഒരു നർത്തകി, ആമേൻ ഒരു സിനിമാ നടി, അവരിങ്ങനെ വിളിച്ചു പറയുകയാണ്, ആമേൻ ഈ യൂണിവേഴ്സിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് വെറും കളവാണ്, അങ്ങനെ ഒരു ദൈവമില്ല, ആ ദൈവം സീറോയാണെന്ന് വിളിച്ചു പറഞ്ഞതിന്റെ 3-ാം പൊക്കം അവിടെ തീയരിയുവാനായിട്ട് തുടങ്ങി. ആളുകൾ ചോദിച്ചു, ആരെങ്കിലും തീ കൊടുത്തതാണ്? അവിടെ എഴുതിയിട്ടുണ്ട്, പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരെ കാണിക്കുന്നുണ്ട്. അവർ പറഞ്ഞു ഗോഡ് ഈസ് സീറോ എന്ന്, ഞാനാണ് ഹീറോ എന്ന് അവരോട് വിളിച്ചു പറഞ്ഞു. 3-ാം ദിവസം പ്രവർത്തനം ദൈവത്തിന്റെ കോപം ആ രാജ്യത്തിന്റെ മേലിറങ്ങി. എല്ലാവരും ധരിച്ചത് എങ്ങനെയാണ് തീ പടർന്നത്? വണ്ടി കത്തിയാണോ എന്താണെന്ന് ആളുകൾ ഇങ്ങനെ പരക്കം പാഞ്ഞ് ആമേൻ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഒടുവിൽ മനസ്സിലായി, ഭൂമിയുടെ അടിയിൽ നിന്ന് പെട്രോൾ കത്തിയാണ് ആ തീയ് മുകളിലേക്ക് വന്നു. നോക്കിയ സമ്പന്നന്മാരുടെ ആ പ്രദേശത്തിലെ വീടുകൾ മുഴുവൻ ആമേൻ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അത് ചാമ്പലായി വെണ്ണീറായി തീർന്നു. അപ്പൊ വേദപുസ്തകം പറയുക, ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ, വെടിവിപ്പാൻ ആരുമുണ്ടാകയില്ല. അവരവരുടെ ഹെലികോപ്റ്റർ വഴി വെള്ളം നനച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ആമേൻ പിന്നെയും അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. തീ ഇന്നും കെടുത്തിട്ടുണ്ടോ എന്നറിയില്ല, കാരണം അത് അടിയിൽ നിന്നുള്ള പെട്രോളിൽ നിന്നാണ് കത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്തിന്റെ കോപവും ഇതിനിടയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിച്ചായിരുന്നു, അത് മരിച്ചവരെ, യിരെമ്യാവ് 16:4, മരിച്ചവരെ കുറിച്ച് വിലാപം ഉണ്ടാകയില്ല, ശവസംസ്കാരം ചെയ്യാൻ കഴിയുകയില്ല. വായിച്ചാട്ടെ. അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. ആരും അവരെ കുറിച്ച് വിലാപം കഴിക്കുകയോ. ആരും അവരെ കുറിച്ച് വിലാപം കഴിക്കുകയോ. നിക്കട്ടെ, വിലാപം കഴിക്കണമെങ്കിൽ ഒരു പെട്ടി കൊണ്ട് വെക്കണ്ടേ? കൊണ്ടു ഇത് തുണി ചുറ്റിക്കൊണ്ട് കൊണ്ടുപോയി ദൂരെ നിന്ന് കത്തിച്ച് കളയുക. അപ്പൊ വിലാപം ഉണ്ടായിരുന്നു ആ കാലങ്ങളിൽ? വിലാപമില്ല. ജനം കൂടി വന്നെങ്കിലേ വിലാപമുള്ളൂ. വിലാപം എന്നുള്ള അർത്ഥം ഒരാൾ കരയുന്ന കാര്യമല്ല, ജനങ്ങൾ വിലപിക്കുന്ന കാര്യമാ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയില് നമ്മള് ആ പ്രിയപ്പെട്ടവരെ എടുക്കുമ്പോൾ അവരുടെ അടുത്ത ആളുകൾ സ്നേഹചുംബനം കൊടുത്ത് കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ കാലങ്ങളിൽ വിലാപം ഉണ്ടായിരുന്നില്ല. അവരെ കുറിച്ച് ആരും വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ. അടുത്ത വാക്യം വായിക്കേണ്ടത്. ശവസംസ്കാരം അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ അവർ നിലത്തിന് വളമായി കിടക്കും. കണ്ടോ, അവർ നിലത്തിന് വളമായി കിടക്കും. എത്രയോ പേര്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേപ്പറിൽ വായിച്ചു, ആമേൻ, ഇങ്ങനെ കോവിഡ് വന്ന് മരിച്ചവരെ കുഴിച്ചിടാൻ ആളില്ലാതെ എത്രയോ പേര് അവരെ കാണാതെ മരിച്ചവര് അവർ ഭൂമിയോട് അഴുകിച്ചേർന്നിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാ, എന്റെ യേശുവിനെ കുറിച്ച് വേദപുസ്തകത്തിന്റെ ഈ 2 നാളുകളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവൻ ഭൂമിയിലേക്ക് കടന്നു വരികയും അവൻ മനുഷ്യനായി ജനിക്കുകയും മനുഷ്യനായി ജീവിക്കുകയും അവൻ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുകയും അവൻ സ്വർഗത്തിലേക്ക് ദൈവമായി അവൻ ഉയർത്തെഴുന്നേറ്റ് പോവുകയും ചെയ്യുമെന്ന് വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്ന് മരിച്ചവരെ കുറിച്ച് വിലാപം കഴിക്കാൻ കഴിയുമായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ശവസംസ്കാരം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആമോസിന്റെ 8:8 പറയുന്നു, ഇത് കേൾക്കുമ്പോൾ ഭൂമി നടുങ്ങും. ദൈവത്തിന് സ്തോത്രം. ഭൂമി നടുങ്ങും എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മനുഷ്യർ ഇത് കേട്ട് നടുങ്ങിപ്പോകുന്ന അവസ്ഥയെ കുറിച്ച് പറയുക. ആമോസ് 8:8. അത് നിമിത്തം ഭൂമി നടുങ്ങുകയും മതി അത് നിമിത്തം ഭൂമി നടുങ്ങും. ഭൂമി നടുങ്ങുമെന്ന് പറയുമ്പോൾ വേദപുസ്തകം പറയുക, ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യർ ഇത് കേട്ട് ഭയപ്പെട്ട് അവൻ ഭവനങ്ങളിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാവ് 16:8 വീണ്ടും പറയുന്നു, വീട്ടിൽ പോകുവാൻ അന്ന് വിലക്കാണ്. എല്ലാ ഗവൺമെന്റും കല്യാണത്തിന് എത്ര പേര് കൂടി, കുറച്ച് കഴിഞ്ഞ ശേഷം, ആ സമയങ്ങളിൽ കല്യാണമില്ലായിരുന്നു. പിന്നെ കുറച്ച് ശമിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 15 പേര്, അല്ലേ, 20 പേര്, ഇത്രയൊക്കെയായിരുന്നു. അവൻ വായിച്ചേ, ഇതുപോലെ ആമേൻ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലില്ല. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാം മുഴുവൻ എഴുതിയിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൽ ഒരു പുസ്തകവും ആ ലോകത്തിൽ തന്നെ തികയുമായിരുന്നില്ല. വേദപുസ്തകത്തിന്റെ വലിപ്പം. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ വായിച്ചല്ലോ, യിരെമ്യാവ് 16:8 വായിച്ചേ. അവരോടുകൂടെ ഇരുന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ വിരുന്നിൽ വീട്ടിലേക്ക് പോകരുത്. കണ്ടോ,
നോക്കിയേ, എത്ര സത്യമാ! ഇതുപോലൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ആമേൻ. അവരോടുകൂടെ ഇരുന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ വിരുന്ന് വീട്ടിലേക്ക് പോകരുത്. മദ്യഷാപ്പുകൾ മുഴുവൻ അടച്ചു. കുറേശ്ശെ മാറിയപ്പം കുറേശ്ശെ തുറന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ക്യൂ നിന്ന് വാങ്ങിക്കുകയാ പ്രിയപ്പെട്ടവരെ. അന്നെന്താ നീ പോയി വാങ്ങിക്കാഞ്ഞത്? അപ്പം നിസ്സാരമായ ഒരു കോവിഡിനെ നീ ഭയപ്പെട്ടിരുന്നെങ്കിൽ അന്ന് നീ എന്തുകൊണ്ട് പോയില്ല? പ്രിയ ദൈവജനമേ, ഇന്ന് നീ ക്യൂ നിന്ന് വാങ്ങിക്കുന്നുണ്ടല്ലോ. നിനക്ക് മടങ്ങി വരുവാനുള്ള കാലമായിരിക്കുന്നു. യേശു കർത്താവിന്റെ വരവിന്റെ ഈറ്റുനോവായിരിക്കുന്നു. വളരെ വ്യക്തമായി ഇരുന്ന് ഇരമ്യാവിൽ പറയുകയാ, നിനക്ക് നിന്റെ സ്നേഹിതരോടുകൂടെ ഇരുന്ന് ഭക്ഷിക്കുവാനോ വിരുന്ന് വീട്ടിൽ പോകാനോ അന്ന് വിലക്കായിരുന്നു. അടുത്ത വായിച്ചു. മതി, അത്രയും മതി, സമയമില്ലല്ലോ. അതിനുശേഷം ആമോസ് 8:10 വരുമ്പോൾ അവിടെ പറയുന്നു, ഉത്സവങ്ങൾ ദുഃഖമായി തീരും. അല്ലെ? ഒരു കല്യാണം ഒരു ഉത്സവമാ. ഒരു കുഞ്ഞിന്റെ മാമോദിസ ഒരു ഉത്സവമാ. നമ്മുടെ പെരുന്നാളുകളൊക്കെ ഉത്സവമാ. പ്രിയപ്പെട്ടവരെ, അത് ദുഃഖമായി തീരും. മറ്റിതര ജാതികളുടെ ഉത്സവങ്ങളൊക്കെ ദുഃഖമായി തീർന്നു. ഇന്ന് ഈ കാലങ്ങളിലേക്ക് ഉത്സവത്തിന് പോകുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിച്ചൊരു കാലം. വായിക്കാമോ? 8:10. ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമായും ഞാൻ നിങ്ങളുടെ മതി ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമാക്കി തീർക്കും. അങ്ങനെ ആയിരുന്നില്ലയോ? ഒരു സ്വതന്ത്രം പറഞ്ഞ് കോവിഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും പേർക്ക് ഇവിടെ കടന്നു വരാൻ കഴിഞ്ഞതിൽ 3 ഹല്ലേലൂയ പറ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കോളെ, ഉത്സവങ്ങൾ അക്കാലങ്ങളിൽ ദുഃഖമായിരുന്നു. യിരെമ്യാവ് 16:9 വരുമ്പോൾ വിവാഹം ആഘോഷരഹിതമാകുമെന്ന് പറയുന്നു. യിരെമ്യാവിന്റെ 16:9. അന്ന് ആരെ കൊണ്ടേലും ഒരു ചെറിയ സാരിയും ഒരു ചെറിയ ബ്ലൗസും അല്ലെങ്കിൽ ഉള്ളായിരുന്നു. ഇപ്പൊ എങ്ങനെയാ വിവാഹം? ഇപ്പൊ വീണ്ടും പഴയതിലോട്ട് വന്നു. ആഘോഷം അല്ലേ? കൊണ്ടിരുന്ന പെണ്ണിന്റെ പുറം മുഴുവൻ കാണാം. പുറം നിൽക്കുന്നവർ മുഴുവൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആഘോഷമാ. ഈ പ്രിയപ്പെട്ടവരെ മുമ്പോട്ട് പോകട്ടെ. ഇവിടെ പറയുകയാണ്, ആമേൻ. യിരെമ്യാവ് 16:9 വിവാഹം ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്പോഴാണ് അരുളി ചെയ്യുന്നു, നിങ്ങൾ കാണുക, ഞാൻ നിങ്ങളുടെ നാടുകളിൽ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാന്റെ സ്വരവും മണവാട്ടിന്റെ സ്വരവും ഈ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയും. കണ്ടോ? ഈ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയും. യിരെമ്യാവ് 16:9 വിവാഹം ആഘോഷരഹിതമായി തീർന്നു. എന്നിട്ട് നോക്ക്, ആമോസ് 8:11-12 വാക്യങ്ങൾ. ആമേൻ. അവിടെ പറയുകയാണ്, ദൈവവചനം കേൾക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ദൈവവചനം ഇന്നാണ് ഇഷ്ടംപോലെ ദൈവവചനമാണ്. പിന്നെ ഒടുവില് നിങ്ങളറിയാലോ, ഇപ്പോഴത്തെ ഈ ആ കാലങ്ങളിലെ ദൈവവചനത്തിന് പറയുന്ന പേര്, ഈ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്ന കട്ടൻ കാപ്പി എന്ന്. ഏതായാലും ഒരു ചെറിയ വാക്യം പറയും, ഒരു ചെറിയ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കും. അതിന് കട്ടൻ കാപ്പി എന്നാ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല സുഖമല്ലേ? ഇപ്പോഴും അങ്ങനെ ഉണ്ട്. കട്ടൻ കാപ്പി, ഒരു മിനിറ്റ് പ്രസംഗം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയേ, 8:11-12 വാക്യങ്ങൾ. വചനം കേൾക്കാൻ കഴിയാതെ വരും. അപ്പത്തിനായുള്ള വിശപ്പല്ല, അകലപ്പാടുമായുള്ള ദാഹവുമല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. അന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്റെ ആരാധനാലയത്തിൽ ചെന്ന് എനിക്കൊന്ന് ആരാധിക്കുവാൻ ഒരവസരം തരണമേ എന്ന്, ഒരു വചനം കേൾക്കുവാൻ ഒരവസരം തരണമേ എന്ന് കോവിഡ് കാലത്ത് അവൻ വിശ്വാസികൾ നിലവിളിച്ചത് ഞാനും നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കാൻ കഴിയാതെ വന്നൊരു കാലഘട്ടം. അവൻ 11-ാം വാക്യത്തിലേക്ക് വീണ്ടും വരുമ്പോൾ നമ്മൾ കാണുകയാണ്, യെശയ്യാവ് 2:11. ആമേൻ. അന്നത്തെ ഒരു പ്രത്യേകതയുണ്ട്. യെശയ്യാവ് 2:11 നിങ്ങൾ എടുക്കുക. യെശയ്യാവ് 2:11. മനുഷ്യരുടെ നിഗളം താഴും. മനുഷ്യരുടെ നിഗളിച്ച കണ്ണു താഴും, പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും. മനുഷ്യന്റെ നിഗളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും. പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും. നമ്മളിവിടെ ഇങ്ങനെ ഈ ഉന്നതഭാവമുള്ളവർ ഇങ്ങനെ കോളതൊക്കെ ഇങ്ങോട്ട് മുകളിലോട്ട് വെച്ചിട്ട്, എന്റെ ഒരു ഉന്നതഭാവം അല്ലേ? ആമേൻ. അതൊന്നും വായിച്ച ഭാവം
മനുഷ്യരുടെ നിഗളിച്ച കണ്ണ് താഴും. കണ്ടോ, നിഗളിച്ച അഹങ്കാരത്തിന്റെ കണ്ണുകൾ താഴും. പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും. പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. കണ്ടോ, അന്ന് ഉന്നതനായിരിക്കുന്ന ഒരു ദൈവനുണ്ട്, അത്യുന്നതനായ നമ്മുടെ ദൈവം തന്നെ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ ഇതാ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. മനുഷ്യരുടെ നിഗളങ്ങള്, അവന്റെ കണ്ണുകളൊക്കെ അവൻ താഴുന്ന ഒരവസ്ഥ, അവൻ ഉന്നത ഭാവം കുനിയുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് അമേനോട് രേഖപ്പെടുത്തിയിരിക്കുകയാ. ദൈവത്തിന് സ്വതന്ത്രം. അമേൻ. ദൈവത്തിന് സ്വതന്ത്രം. ഞാൻ മുമ്പേ ലോസ് ഏഞ്ചൽസിലെ കാര്യം പറഞ്ഞല്ലോ. ഒരു സമൂഹം, വലിയൊരു സമൂഹം. എനിക്ക് വലിയ ഒരു എന്നെ ചിന്തിപ്പിച്ചു. എന്താ അറിയാമോ? അവരെ ആ പാട്ട് പാടുമ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ എന്തോ ഒരു ജനമാണെന്നറിയാമോ? കോവിഡ് കാലം കഴിഞ്ഞു, വീണ്ടും അവരുടെ ഉന്നത ഭാവം ഉയർന്നു. ആ സഹോദരിയുടെ ഉന്നത ഭാവം ഉയർന്നു. അവൻ ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം വെറും സീറോയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന്റെ തീ ഇറങ്ങി. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഒരു കാര്യം ഓർക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഒരു എന്നാ പറയുന്ന വെള്ളം ഒലിച്ചു പോകുകയാണ്. ആ ഒരു സ്ഥലത്ത് എന്താ പറയുന്നത്? ഉരുൾപൊട്ടുക അല്ലേ? അങ്ങനല്ലേ പറയുന്നത്? എന്താ ഒന്ന് പറയും? ഉരുൾപൊട്ടൽ. ഒരു സ്ഥലത്തൊരു ഉരുൾപൊട്ടലുണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ ഉയർന്ന സ്ഥലത്ത് നിന്ന് ആ പോട്ട് ഉരുള് പൊട്ടി ഇങ്ങോട്ട് പോരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു പാവപ്പെട്ട വിശ്വാസിയുടെ ഒരു വീടോടുണ്ട്. അതിന്റെ രണ്ട് സൈഡിലൂടെ ഒലിച്ച് റോഡിലേക്ക് ആ വെള്ളം വീഴുകയാ. ആ സുവിശേഷകനുണ്ടല്ലോ, എല്ലാ ദിവസവും വഴിയരികിൽ നിന്ന് പ്രസംഗിക്കുന്ന മനുഷ്യനാ. ഇനി നിങ്ങൾക്കറിയണോ ലത്തൂരിൽ സംഭവിച്ചത്? ഭൂകമ്പത്തിൽ ഒരു സുവിശേഷകന്റെ വീട് മാത്രം. ജാതികളുടെ ഇടയിൽ സുവിശേഷകന്റെ വീട് മാത്രം അവിടെ കണ്ട്, ബാക്കി മുഴുവൻ ഒലിച്ചു പോയി, ഭൂമിയിലേക്ക് താണുപോയി. അപ്പൊ നോക്കിയോണേ, ഇവിടെ പ്രത്യേകമായി നമ്മൾ ഓർക്കണം, ദൈവത്തിന് സ്വതന്ത്രം. മനുഷ്യരുടെ നിഗളം, അതേ ഉന്നത ഭാവം താഴുന്ന ഒരു കാലഘട്ടമായിരുന്നു കോവിഡ് കാലഘട്ടം. അത് വീണ്ടും കഴിഞ്ഞു. ഇപ്പോ ഉന്നത ഭാവത്തോടുകൂടെ മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, ഇത് നമ്മുടെ കർത്താവിന്റെ വരവിന്റെ ആരംഭമായി കഴിഞ്ഞു. എന്ത് കണ്ടാലും മനുഷ്യൻ പഠിക്കാത്ത ഒരു കാലഘട്ടം. ആമോസ് 8:3 വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്. ആമോസ് 8:3. കണ്ടോ, അന്നാളിൽ മന്ദിരത്തിലെ ഗീതങ്ങൾ നിലവിളിയാകും. ശവം അനവധി. കണ്ടോ, പറയുകയാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകം ദൈവത്തിന്റെ ആത്മാവിനാൽ ആമേൻ പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിവിടെ കാണുന്നത്. ശവങ്ങൾ അത് അനവധിയാകയാൽ ആമേൻ അതിനെ എറിഞ്ഞു കളയോ. നമ്മൾ കണ്ടതാ ടെലിവിഷനിലൂടെ ശവങ്ങളെ അവര് ആമേൻ കുഴിയിലേക്ക് എറിഞ്ഞിട്ട് മണ്ണ് മൂടുന്നത് നമ്മൾ കണ്ടതാ. കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. പിന്നെ ഒടുവിൽ എന്ത് ചെയ്തു? വലിയൊരു കുഴി കുഴിച്ചിട്ട് എല്ലാ ശവങ്ങളെയും ഒന്നിച്ചതിലേക്ക് എറിയുകയാ. ലോകം മാറിപ്പോവും. ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും മാറിപ്പോവും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിനോ ഒരു മാറ്റവും ഉണ്ടാകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ നമ്മൾ മുൻപോട്ട് പോകാം. മനുഷ്യന്റെ നിഗളം താഴണം. ഈ നാളുകൾ ഉന്നത ഭാവം ഒന്ന് കുനിയണം. എന്നാന്നറിയാമോ? ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ച ഒരു ദൈവമുണ്ട്. ആമേൻ ഇന്ന് സകല ചരാചരങ്ങളെയും അതിന്റെ ആമേൻ പാതയിൽ നിർത്തിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പണ്ടൊരു ഭക്തൻ ഇങ്ങനെ പറയുമായിരുന്നു. എനിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ ഇതുപോലെ പ്രസംഗിക്കുമ്പോൾ വരുന്നൊരു ചിന്തയാണ്. സൂര്യനും ഭൂമിയും ഒരേ അകലത്തിലാ സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ച് സഞ്ചാരപഥം കൊടുത്തിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. സൂര്യനായിരിക്കുന്ന അതിന്റെ സഞ്ചാരപഥത്തിൽ നിന്ന് താഴേക്ക് താണു കഴിഞ്ഞാൽ ഭൂമി കരിഞ്ഞ് ഭസ്മമായി തീരും. ഹല്ലേലൂയ. സ്വതന്ത്രം പറഞ്ഞേ. എന്നാൽ നേരെ മറിച്ച് സൂര്യൻ ഭൂമിയിൽ നിന്ന് അകന്നു പോയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആമേൻ ഭൂമി ഒരു മഞ്ഞുകട്ടയായി മാറും. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, നമ്മൾ എന്തുണ്ട്
മനുഷ്യന് വിചാരിപ്പാൻ അവൻ എന്തുമാത്രം അവൻ ദൈവത്തോട് ഒരിക്കലും സമനാകയില്ല. ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് അടുത്ത പോയിന്റിലേക്ക് ഞാൻ വരികയാ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഭാഗ്യമുള്ളത്, നമ്മളിൽ ഒരു ആത്മാവുണ്ട്. അതാണ് നമ്മുടെ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മൃഗങ്ങളെ നോക്ക്, അതിന് ദേഹവും ദേഹിയും മാത്രമേ ഉള്ളൂ. അതിന് ജീവിതം ദൈവം കൊടുത്തിരിക്കുന്നു. അതിന്റെ അവസാനം കഴിയുമ്പോൾ അത് മണ്ണിലേക്ക് തീരുന്നു. എന്നാൽ മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമാറാകും. എന്നാൽ സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുക, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവി എന്ന് അരുളി ചെയ്യുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് മധ്യാകാശത്ത് ഇറങ്ങി വരുമ്പോൾ, ആ കാഹളം ധ്വനിക്കുമ്പോൾ അവന്റെ ആത്മാവുള്ള ദൈവമക്കൾ സ്വർഗത്തിലേക്ക് രൂപാന്തരപ്പെട്ട് തങ്ങളുടെ അരുമനാഥനെ സ്വീകരിപ്പാൻ, അരുമനാഥനെ എതിരേൽക്കുവാൻ അവർ കണ്ണടച്ചു തുറക്കുന്നതിനിടയിൽ കർത്താവിന്റെ അരികിലെത്തിയോ. കൊതിയില്ലയോ നമ്മുടെ അരുമനാഥൻ? 10,000-ങ്ങളിൽ സുന്ദരനായ അരുമനാഥനെ കാണുവാൻ നമുക്ക് കൊതിയില്ലയോ? ആ കൊതി ഈ നാളുകളിൽ ഏറെ വർദ്ധിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അമ്മേ, അവിടെ പറയുന്നു, ശവങ്ങൾ അനവധിയാകയാൽ അതിനെ എറിഞ്ഞു കളയുക. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടു. ലേവ്യാപുസ്തകം 13:45 ഇതാ വളരെ വ്യക്തമായി പറയുന്നു, മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയത്തില്ല. ഇപ്പൊ നോക്കി, ഇപ്പോഴും മാസ്ക് കൊണ്ടാണ് മനുഷ്യൻ നടക്കുന്നത്. എല്ലാവരും ധരിച്ച് കോവിഡ് കഴിഞ്ഞെന്നാ. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അനേകർ മരിച്ചു വീണുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നെ ഓൺലൈനിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ബ്ലഡ് ആമേൻ സാധാരണ രീതിയിൽ അത് ഓടുന്നില്ലെങ്കിൽ ആമേൻ ഉറക്കത്തിലായിരിക്കാം, നിന്റെ ഹാർട്ട് നിന്നുപോയി, നീ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആമേൻ നീ അതിനുള്ള ഡോക്ടറെ കണ്ട് അത് മരുന്ന് കഴിച്ചാൽ ആമേൻ കുറെ കാലം കൂടെ നിനക്ക് ജീവിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ മരിക്കുന്നത് പോലെ വേഗത്തിൽ മരിച്ചു പോകും. നമുക്കറിയില്ല എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ബ്ലഡ് കോട്ട് ചെയ്യുന്നെന്ന്. കാരണം നമ്മൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റിൽ കഴിയുന്ന ഒരു സമൂഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവജനം അത് കേട്ട് പേടിക്കുന്നത്, അതുകൊണ്ട് ഓടുകയും വേണ്ട. നമ്മൾ ഇന്ന് മരിച്ചാലും എന്റെ അരുമനാഥൻ വരുമ്പോൾ ഞാൻ അവനോടുകൂടെ ചേരുമെന്നുള്ള പ്രത്യാശയുള്ളത് കൊണ്ട് നമ്മൾ ഓടേണ്ട കാര്യമില്ല. എന്നാൽ ഇങ്ങനെ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, എന്താണെന്നറിയാം? അവൻ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിരിക്കണം. അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യുന്നത് കൊണ്ട് ദോഷമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പം വായിക്കണം, ലേവ്യാപുസ്തകം 13:45 വേദപുസ്തകത്തിൽ അല്ലാതെ ഏതൊരു പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്? നീ മാസ്ക് ധരിച്ചുകൊണ്ട് നടക്കേണമെന്ന്. വായിച്ചോട്ട്. വലുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീഴ്ക്കളയണം, അവന്റെ തല മൂടാതിരിക്കണം, അവൻ അദ്ദേഹം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ എന്ന് വിളിച്ചുകൂടുകയും വേണം. കണ്ടോ? അവന്റെ മുഖം മൂടിക്കൊണ്ട്, അതരം മൂടിക്കൊണ്ട് അവൻ അശുദ്ധനെന്ന് വിളിച്ചു പറയണമെന്ന് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുക. അത് പഴയ നിയമവുമായി താരതമ്യം ചെയ്യുവാൻ സമയത്തിന്റെ പരിമിതി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. അതേ മാസ്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, മാസ്കിനെ കുറിച്ച് വലിയ വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. ഞാൻ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മാസ്ക് ആ കാലങ്ങളിൽ തുണി കൊണ്ടുള്ള മാസ്ക് ആദ്യം അല്ലേ? അതല്ലേ, തുണിയല്ലായിരുന്നു. അത് കഴുകി പിന്നെ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. പിന്നെ ഡിസ്പോസബിൾ മാസ്കായി. അങ്ങനെ മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ഒരിക്കൽ ലേവ്യ പുസ്തകത്തില് പ്രവാചകന് എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ലേവ്യ 13:46 കാണുകയാണ്, ക്വാറന്റൈനിലേക്ക് ഞാനും നിങ്ങളും കടന്നു പോകണം. വായിക്കാം. 13:46. അവന്റെ രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം, അവൻ അശുദ്ധൻ തന്നെ, അവൻ തനിച്ചു പാർക്കണം, അവന്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. അതാ ഒരു കുഷ്ഠരോഗിയെ കുറിച്ച് ഇവിടെ പറയുക. ഒരുത്തന് കുഷ്ഠം പിടിച്ചാൽ ദൈവത്തിന് സ്തോത്രം അവിടെ പറയുകയാണ്. എന്നിട്ട് താഴോട്ട് വരുമ്പം പറയുന്നുണ്ട്, അത് 7 ദിവസം അവനെങ്ങനെ പാർക്കണമെന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനെ ക്വാറന്റൈൻ എന്നാണ് പറയുന്നത്. ആമേൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. 7 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഹോസ്പിറ്റലില് ചെക്ക് ചെയ്യുവാൻ പോകാവുന്ന ഒരു കാലം വരുന്ന
എന്ന് ലേവ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അന്ന് പുരോഹിതനെ കാണണം. നിന്റെ വടുവുള്ളതിന് 7 ദിവസത്തേക്ക് അകത്തേക്ക് അടയ്ക്കണം, അടച്ചിടണമെന്ന. എന്നിട്ട് നിന്റെ വടുക്കൾ മാറിക്കഴിഞ്ഞിട്ട് നീ പുരോഹിതനെ ചെന്ന് കണ്ട് സാക്ഷ്യപത്രം ആമേൻ നീ സമ്പാദിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മള് ഡോക്ടറെ പോയി കാണണം അല്ലേ? ദൈവത്തിന് സ്തോത്രം. 7 ദിവസം വീട്ടിൽ അടച്ചിരിക്കുക. ഒരു വീട് ഓർത്ത് നോക്കി, ഒരു വലിയൊരു വീടാണ്. 2ാം നിലയിലെ ഓട് വന്ന ഒരാള് 7 ദിവസം അടച്ചിരിക്കുക. അപ്പൊ 7 ദിവസം കഴിയുമ്പോഴത്തേന് അതിന്റെ കുറയും. ആമേൻ. ആ അണുക്കളുടെ ശക്തി കുറഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞ് ഇറങ്ങിയാൽ കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കട്ടെ. നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരികയാണ്. 1 ദിനവൃത്താന്തം 7:14. ആമേൻ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആമേൻ ടാൻസാനിയയിലെ പ്രസിഡന്റ് പ്രഖ്യാപിച്ച് അവര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആ രാജ്യത്തിന് കോവിഡിൽ നിന്ന് വിടുതൽ കൊടുത്തതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിച്ചത്, എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം. എന്നിട്ട് പ്രാർത്ഥിക്കണം. താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? എന്റെ മുഖം അന്വേഷിക്കണം. എന്നിട്ട് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിക്കണം. ഞങ്ങളെ പോലെയുള്ള സുവിശേഷകരെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. നീ മദ്യപാനത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും പ്രസംഗിക്കുന്നില്ലെങ്കിൽ നീ ഒരു സുവിശേഷകനല്ലെന്ന. കാരണം 3 പ്രാവശ്യം വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. നമുക്ക് ന്യായങ്ങളൊക്കെ പറയാറുണ്ട്. യേശു ആമേൻ തന്റെ ഒന്നാമത്തെ അത്ഭുതത്തിന്റെ അടയാളമായി കാനായിലെ കല്യാണത്തിന് ആമേൻ വീഞ്ഞുണ്ടാക്കി. ആമേൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് അല്പം വീഞ്ഞു കുടിക്കാമെന്ന് പറയുന്നു. എന്നോട് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും, സഹോദര, നീ 1 ഗ്ലാസ് വെള്ളം ഞാൻ നിന്റെ തരാം. കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നീ വീഞ്ഞാക്കിയിട്ട് കുടിച്ചു, എത്ര വേണേലും കുടിച്ചു, എനിക്കൊരു ദുഃഖമില്ല. ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഞങ്ങളുടെ മകന്റെ രോഗാവസ്ഥയില് ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ 3 ദിവസം ഉപവസിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടായ്മക്കാരെ വിളിക്കണോ? വേണ്ട, നിങ്ങൾ മാത്രം ഉപവസിച്ചാൽ മതി. ഞങ്ങൾ ഉപവസിച്ചു. 3 ദിവസം ഉപവസിച്ചു. 3 ദിവസം കഴിഞ്ഞ് 4ാം ദിവസം എന്റെ കടയടച്ചു. കട തുറന്നേയില്ല. 4ാം ദിവസം കടയിൽ കടന്നു ചെന്നു. അവൻ കടയിൽ കച്ചവടമില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1ാം ദിവസം എനിക്ക് കിട്ടിയത് 630 രൂപ. ഞാനിവിടെ എന്താ ചെയ്യായിരുന്നു? ഉപവസിക്കുകയായിരുന്നു. ഒരു ദേവദാസൻ പറഞ്ഞനുസരിച്ച് ഉപവസിച്ചത്. പ്രിയപ്പെട്ടവരെ, കാര്യാദികളിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. 2ാം ദിവസം ഞാൻ വീണ്ടും വൈകിട്ട് കണക്ക് കൂട്ടിയപ്പോൾ ദൈവത്തിന് സ്വന്തം ഒരാൾ എന്നോടൊരു 15,000 രൂപ ചോദിച്ചു. എനിക്ക് കൊടുക്കുവാൻ നിവർത്തിയില്ല. 2ാം ദിവസം കൂട്ടിച്ച് ഞാൻ കണക്ക് പണമെണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ 930 രൂപയുള്ളൂ. 3ാം ദിവസം 840 രൂപയുള്ളൂ. ഞാൻ ആ മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾക്കുള്ളത് എനിക്ക് ദൈവം തന്നിട്ടില്ല. ഞാൻ ഇന്നും ഓർക്കുന്നു. അക്രൈസ്തവനായ ഒരു സഹോദരൻ എന്റെ കടയിലെ പ്രധാന സെയിൽസ്മാന്, ഞങ്ങളുടെ കടയുടെ വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അകത്ത് പ്രവേശിക്കത്തുള്ളൂ. ഞാൻ ദൈവമകനായ ശേഷം കട ആരംഭിച്ചപ്പോൾ എടുത്ത തീരുമാനമാണ്, അന്ന് മുതൽ ഇന്ന് വരെ 1 ദിവസം പ്രാർത്ഥിക്കാതെ ഞാൻ ആ കട തുറന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കടയിൽ പ്രവേശിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുവാനായിട്ട് ഇടയായിച്ചു. അപ്പൊ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താ ഇതിന് കാരണം? കടയൊന്നും ബിസിനസ് ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ എന്താ ഇതിന്റെ കാരണം? അപ്പൊ എനിക്ക് തോന്നി, ഈ ഗ്ലാസ്സിലെ വെള്ളം പ്രാർത്ഥിച്ച് എൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒഴിക്കണം, അതായിരിക്കാം കാണിച്ചു തന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തു വന്നിട്ട്
ആമേൻ. ആ പ്രിയ സഹോദരനോട് പറഞ്ഞു, അവന് വിശ്വാസം വരേണ്ടതിന് ആമേൻ അവനോട് പറഞ്ഞു, നീ അതിന്റെ മുൻപിലും ഫ്രണ്ടിലും കൊണ്ടുപോയി ഇത് തളിക്കാനായിട്ട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അന്ന് ആമേൻ ആമേൻ 5000 ചില്ലുവാനും രൂപ സ്വർഗത്തിലെ ദൈവ ബിസിനസ് സ്ഥാപനത്തിൽ തരുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ വീട്ടിൽ കടന്നു വന്ന ഒരാൾ പ്രാർത്ഥിച്ച് മടങ്ങി പോകുമ്പോൾ നിനക്ക് അനുഗ്രഹമല്ല. നിങ്ങൾ തമ്മിൽ കലഹമാണെങ്കിൽ, നിങ്ങളുടെ വീട്ടില് അത് ശാപമാണെങ്കിൽ ആമേൻ നിങ്ങൾ അതിനെ അംഗീകരിക്കരുത്. അതേസമയം അന്ന് മുതൽ നമ്മുടെ വീട്ടിൽ സന്തോഷമാണെങ്കിൽ ആ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാ. ആമേൻ. എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം. അവിടെ നമ്മൾ കേട്ടല്ലോ, അന്ന് എല്ലാ മനുഷ്യന്റെയും നികളം താഴുവാനായിട്ട്, അവന്റെ കണ്ണ് താഴുവാനിടയായി, അവന്റെ നികളഭാവം താഴുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഇന്ന് വീണ്ടും ആ നികളം മനുഷ്യർ ഉയർന്നിരിക്കുകയാണ്. കണ്ണ് അവൻ നികളഭാവത്തോടെ ഉയർക്കുകയാണ്. അവന്റെ ഉന്നത ഭാവം അവൻ ഉയർത്തിക്കാട്ടുകയാ. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയാ. എന്നാൽ കർത്താവ് വരാൻ ഇനി അധികം താമസിക്കും. ദൈവത്തിന് സ്തോത്രം. പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കണം. ഞാൻ ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവാണ്. എന്റെ പുത്രനാണ് ഭൂമിയിലേക്ക് നിന്റെ പാപത്തിന് പരിഹാരത്തിനായിട്ട് അയച്ചതെന്ന് വിശ്വസിക്കണം. എന്നിട്ട് ആ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നതിന് തുല്യമാണ് പുതിയ വിശ്വാസി. എന്നിട്ട് ആ യേശുവിൽ നീ വിശ്വസിക്കണം. യേശു എന്റെ പാപത്തിന് പരിഹാരമായി ആമേൻ കാൽവരിയിൽ നോക്കിയേ. അത് ഭയങ്കര അത്ഭുതമാണ്. യേശുവിന്റെ കാൽവരി കുരിശ് നാട്ടിയ സ്ഥലത്തെ കുറിച്ച് വേദവസ്വം പറയുന്നു. അബ്രഹാം തന്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിച്ച സ്ഥലത്ത് തന്നെ, ആദാമിന്റെ തലയോട്ടി അടക്കം ചെയ്ത സ്ഥലത്ത് തന്നെ നോക്കിയേ, ലോകത്തിന്റെ നെറുകയിൽ ഗ്രീനിച്ച് രേഖയിൽ കർത്താവിന്റെ കാൽവരി ക്രൂശ് നാട്ടുവാൻ ഇടയായി തീർന്നു. എന്തിനാണെന്നറിയാമോ? ലോകത്തിന്റെ 4 ദിക്കുകളിലുമുള്ള ആളുകൾ അവിടേക്കൊന്ന് നോക്കണം. അതാ 3 കാരിരുമ്പാടികളാൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശുവിനെ ഒന്ന് നോക്കണം. നമ്മൾ ധ്യാനം ചെയ്ത യേശുവിനെ സ്നേഹിക്കുന്നവരാ. എന്നാൽ കാൽവരി ക്രൂശിലേക്ക് നോക്കി അവന്റെ വിലാവിൽ നിന്നൊഴുകിയ ആ രക്തത്തെ ഒന്ന് ദർശിക്കുവാൻ, അവന്റെ കാലുകളെ ഒന്ന് ദർശിക്കുവാൻ, അവന്റെ കൈകളിലൂടെ ഒഴുകിയ ആ രക്തത്തെ ഒന്ന് ദർശിക്കുവാൻ, അതെനിക്ക് വേണ്ടിയാണെന്ന് ഹൃദയം കൊണ്ട് പറയുമ്പോൾ നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുപിരിയുവാൻ തക്കവണ്ണം നമുക്ക് ദൈവിക ആലോചന ദൈവം നമുക്ക് എന്താ തരും? ദൈവിക ആലോചന തരും നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ആദ്യം ഒരു അനുതാപം ഉണ്ടാകും. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. ആദ്യം ഒരു അനുതാപം ഉണ്ടാകും. അയ്യോ, എനിക്ക് ഇവിടുന്ന് മനസ്സന്തരപ്പെട്ടുണ്ടായിരുന്നു. അത് നല്ലത് തന്നെയാണ്. ദൈവം സ്നേഹിക്കുന്ന, ദൈവം നിങ്ങളെ സ്വീകരിക്കുന്ന അനുതാപമാണ്. എന്നാൽ അടുത്ത ദിവസം നിന്റെ കൂട്ടുകാരുമായി കൂടുമ്പോൾ നീ ഇതങ്ങ് മറന്നു പോകും. എന്താ കാര്യം എന്നറിയാമോ? നിനക്കൊരു മനസ്സാന്തരം ഉണ്ടാകാത്തത് കൊണ്ടാ. അപ്പൊ അനുതാപത്തോടുകൂടി കടന്നു വരുമ്പോൾ ദുർമാർഗങ്ങളെ വിട്ടുപിരിയണമെന്ന് എനിക്ക് എന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടാകും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദുർഗമാർഗങ്ങളെ വിട്ടുപിരിയുമ്പോൾ ആമേൻ നമ്മൾ കണ്ണുനീരൊടുക്കാൻ തുടങ്ങും. കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം പറഞ്ഞാട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. 1991 ഒക്ടോബർ 17 രാത്രി, അതാ നമ്മുടെ എല്ലാ വർഷവും 17 നമ്മൾ ഉപവാസം നടത്തുന്നത്. ഒക്ടോബർ 17 ചേർന്ന ദിവസങ്ങളില് അന്ന് രാത്രി കയറി എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടപ്പോൾ എന്നോട് സംസാരിച്ചൊരു ദൈവമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നീ വീണാലും നിലം പരിചാകയില്ല. മാത്രമല്ല, നിന്റെ ആസ്തികൾ ഒടിയുവാൻ അവൻ സമ്മതിക്കുകയില്ല. അത് കർത്താവിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ എന്റെ ജീവിതത്തില് അത് അർത്ഥവത്തായി തീരുവാനിടയായത് ഈ കർത്താവിനെ അനുധാവനം ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ കരയുമ്പോൾ, നിലവിളിക്കുമ്പോൾ ആ വലത്ത് ഭാഗത്തെ കള്ളനെ പോലെ കർത്താവിനോട് പറയും, കർത്താവേ, നീ എന്നെ കൂടെ ഓർക്കണമേ എന്നൊരു വാക്ക് പറഞ്ഞാൽ ഒത്തിരി ഒന്നും നമ്മുടെ ദുർമാർഗങ്ങളൊക്കെ നമ്മൾ ഏറ്റുപറയണം. എന്നിട്ട് പറയണം, കർത്താവേ, നീ എന്നെ കൂടെ ഒന്ന് ഓർക്കണമേ എന്ന് പറയുമ്പോൾ ഉടനെ മറുപടിയാ. എനിക്ക് ലഭിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും.
ആത്മാവിൽ സന്തോഷിക്കും. എന്താ നമുക്ക് ലഭിച്ചെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അവൻ ഒരു പുതിയ ഹൃദയം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അവൻ പുതുതായി തീർന്നിരിക്കുന്നു. ഞാൻ ഇന്നും ഓർക്കും, റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ ചെറുപ്പക്കാരുടെ ഒരു യോഗം കൂടുമ്പോൾ മദ്യപിക്കുന്നവരെ മാത്രമേ ഞങ്ങൾ ക്ഷണിച്ചുള്ളൂ. വെണ്ണിക്കുളത്തിന്റെ പ്രദേശത്ത് നിന്ന് കുറെ ചെറുപ്പക്കാർ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, റാന്നിയുടെ പ്രദേശത്ത് നിന്ന് റാന്നിയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കുറെ ചെറുപ്പക്കാർ കടന്നു വന്നു. 130-ലധികം ആളുകൾ ഇരിക്കാൻ സ്ഥലമില്ലാതെ ഇറങ്ങിപ്പോയ ആ കാലം ഞാൻ ഓർക്കുകയാ. അന്നേ ദിവസം അന്നത്തെ പ്രസംഗത്തിൽ, എന്റെ അല്ല, ഒരു ദൈവദാസന്റെ പ്രസംഗത്തിൽ 10-ലധികം പേർ മാനസാന്തരപ്പെട്ടു. അതാണ് അനുതാപത്തിലൂടെ മാനസാന്തരം എന്ന് പറയുന്നത്. അവരെല്ലാം പിന്നെ വേദപുസ്തകം എടുത്തുകൊണ്ട് നമ്മുടെ ദേവാലയത്തിന്റെ പാരിഷ് ഹാളിൽ കടന്നു വരുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ദൈവത്താൽ മനുഷ്യനാൽ അസാധ്യമായിരിക്കുന്നത് അന്ന് ദൈവത്താൽ റാന്നിയില് വലിയൊരു ആത്മീയ ഉണർവ് അസാധ്യമാക്കി തീർത്തെങ്കിൽ ഒരു 2ാം ഉണർവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് ആരും നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നു. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ആഹാരം കഴിച്ചു, ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു, രാത്രിയിലേക്കുള്ളതും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ഇത് ലഭിച്ച പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും നമുക്ക് ആഹാരം കഴിപ്പാനും നമുക്ക് ആരോഗ്യത്തോടെ നടക്കുവാനും ആരോഗ്യത്തോടെ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുവാനും ഒക്കെ ദൈവം കൃപ തന്നപ്പോൾ നമ്മൾ ഓർക്കണം, ഇത് ദൈവത്തിന്റെ കൃപയല്ലാതെ മറ്റെന്താ. വലത്തെ ഭാഗത്തെ കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ആദിമസഭയിലേക്ക് കടന്നു വരുമ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അന്നത്തെ ആരുമല്ല പത്രോസോ യോഹന്നാനോ ഒന്നുമല്ല എഴുതിയത്, അത് ദൈവം തന്നെ അങ്ങ് എഴുതുകയാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥമായ ഒരു മനസ്സാന്തരം, ഒരു വിശ്വാസ പ്രമാണം ചൊല്ല്. നീ ദൈവത്തിൽ വിശ്വസിക്ക്, നീ കർത്താവിൽ വിശ്വസിക്ക്, നീ സഭയിൽ വിശ്വസിക്ക്, പരിശുദ്ധ റൂഹായിൽ വിശ്വസിക്ക്. എന്നിട്ട് നിന്റെ പാപങ്ങളെ വിട്ടുമാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിന്നെ അവന്റെ മകനാക്കി തീർന്നു. കാൺമീൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ ആ സ്നേഹം നമ്മുടെ മേൽ ഒഴുക്കിയത് കൊണ്ട് നമുക്കറിയാം. കൺവെൻഷൻ നമുക്ക് വലിയ പ്രയാസമുള്ള, ഞാൻ ആരെയും വരാൻ നിർബന്ധിച്ചില്ല. കാരണം നമ്മളോട് പോയിരുന്ന് ഞങ്ങൾക്ക് പോലും രാവിലെ എഴുന്നേക്കാൻ കഴിയത്തില്ലായിരുന്നു. അപ്പൊ ആരും വരില്ലെന്ന് ഞാൻ കരുതത്. നിങ്ങൾ ആ ദൈവ സ്നേഹത്തിൽ, കർത്താവിന്റെ ആ സ്നേഹത്തിൽ അവിടെ കടന്നു വന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇന്നത്തെ ദിവസം നിങ്ങൾക്കേറെ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി തീരും. ഇന്ന് ഈ ഓൺലൈനിലൂടെ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിത്യനായ സ്വർഗ്ഗപിതാവേ, കഴിഞ്ഞ 31 വർഷമായി ഈ ശുശ്രൂഷ ഇവിടെ നിർവടിയായി നിറവേറ്റുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. കോവിഡ് കാലത്തിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഈ മീഡിയയിലൂടെ ഇത് അറിയിക്കുവാൻ നീ ഭാഗ്യം തന്നല്ലോ. എന്നാൽ ഇന്നും ഇത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കൊണ്ടുതന്ന ഭാഗ്യത്തിനായി സ്വന്തം. ഞങ്ങൾക്ക് ഇതിലൊരു കൊതി മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയെങ്കിലും മനസ്സാന്തരപ്പെടണമെന്നുള്ളൊരാഗ്രഹം, ഒരു വ്യക്തിയെങ്കിലും ദൈവത്തെ കാണണമെന്നുള്ള ആഗ്രഹം. നീ നിൽക്കുന്ന സഭയിൽ നീ ഒരു വിശുദ്ധനായി, ഒരു വിശ്വാസിയായി നിൽക്കുന്ന സഭയിൽ തന്നെ നിന്ന് കർത്താവിന്റെ മകനായി, അവനെ അനുധാവനം ചെയ്യുന്നവനായി കാണണമെന്നുള്ളൊരാഗ്രഹം. അതിനായി ഇന്ന് പകലും കർത്താവേ, ഈ ശുശ്രൂഷയുടെ നിർവഹിപ്പാൻ നീ ഞങ്ങളെ ചുമതലപ്പെടുത്തിയത് ആയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഇത് കേട്ട എല്ലാവരോട് നിൽക്കാന്ന് തോന്നണമേ. ഞങ്ങള് ഈ ലോകത്തിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ മാറ്റപ്പെടും. എന്നാൽ അതിനപ്പുറം ഞങ്ങൾക്കൊരു നിശ്ചയമുണ്ടെന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചു. നീ എപ്പോഴും 4 കാര്യം ഓർക്കണം. ഒരു മരണമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ഞാൻ നരകത്തിലേക്ക് പോകുവാൻ വേണ്ടിയല്ല പിതാക്കന്മാർ ഈ ശുശ്രൂഷ ക്രമീകരിച്ചു തന്നത്, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് എന്ന് വിശ്വസിക്കുവാൻ നമുക്കൊക്കെ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം. അങ്ങനെ ഭാഗ്യം ലഭിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ അതേ ഒരു സ്വർഗമുണ്ടെന്ന് പിതാക്കന്മാർ പഠിപ്പിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. ആ സ്വർഗത്തിൽ പോകുവാൻ ഇനിയുള്ള കാലം ഞാൻ എന്റെ ജീവിതത്തെ ഞാൻ ദൈവത്തിനായി സമർപ്പിക്കുന്നെന്ന് തീരുമാനമെടുക്കുന്ന ഒരു പകൽക്കാലമായി ഈ പകൽക്കാലം മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആയിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലത ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ
പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കരുത്. എന്തുകൊണ്ടെന്ന് ആ രാജ്യവും ശക്തിയുമാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധം, സഹവാസം, വിശിഷ്യ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, ഞങ്ങൾ കേട്ട വചനങ്ങളോടും, ഇന്ന് ഞങ്ങളുടെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നും നാളും ഉണ്ടാകുമാറാകണമേ.